ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ശരിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു എരിശ്ശേരിയാണ്. ചിക്കൻ എരിശ്ശേരി. നമ്മൾ സദ്യക്കൊക്കെ പലതരം എരിശ്ശേരി കഴിച്ചിട്ടുണ്ടാവും, എല്ലാവരും കണ്ട് പരിചയം ഉണ്ടാവും. പക്ഷേ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു എരിശ്ശേരിയാണ് ചിക്കൻ എരിശ്ശേരി. നോൺ വെജിൽ എരിശ്ശേരി പതിവില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഈ ഐറ്റം ഒന്ന് പരിചയപ്പെടാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ബോൺലെസ് ആണ് നമുക്ക് വേണ്ടത്. കഴിയുന്നതും എല്ലുള്ള കഷ്ണങ്ങൾ ഒഴിവാക്കുക. ഞാനിപ്പോൾ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, ഉപ്പ്. ഇത്രയും തേച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കുള്ളൂ. ഇതിലേക്കുള്ള ആ സമയം കൊണ്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കുകയാണ്. 1/2 കപ്പ് തേങ്ങ, 2 അല്ലി ചുവന്നുള്ളി, പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. പെരിഞ്ജീരകമാണ് ഉള്ളതെങ്കിൽ അങ്ങനെ എടുക്കുക. കറിവേപ്പില, പരിപ്പ് ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് വേവണം, പക്ഷേ ഉടഞ്ഞു പോവരുത്. ഉടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ പോവും. പിന്നെ പച്ചക്കായ നടുക കീറിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. തോരനൊക്കെ അരിയണത് പോലെ ഒരു പച്ചക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചെറുതാണ്. അരപ്പൊക്കെ അരച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അരച്ചെടുത്തു. ചെറിയ ജീരകമാണ് സാധാരണ നമ്മൾ എരിശ്ശേരിയിലിടുക. ഇത് പെരിഞ്ജീരകമാണ്. എനിക്ക് തെറ്റിപ്പോയതാണെന്ന് വിചാരിക്കേണ്ട, പെരിഞ്ജീരകം തന്നെയാണ് വേണ്ടത്. കാരണം നോൺ വെജ് ആണല്ലോ. അപ്പോൾ ചിക്കൻ ആകുമ്പോൾ നമ്മൾ പെരിഞ്ജീരകമാണ് ചേർക്കേണ്ടത്. ഇനി നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുകയാണ്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ ചിക്കനും ഇട്ടിട്ട് ഒന്ന് വേവിക്കുകയാണ്. അടച്ച് വെച്ചിട്ട് വേവിക്കുക. ചിക്കൻ പെട്ടെന്ന് തന്നെ വേവും. മാത്രമല്ല നമ്മൾ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തതും ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. ചിക്കൻ ഒരു ഹാഫ് കുക്കാവുമ്പോൾ നമ്മൾ പച്ചക്കായ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. നമുക്കറിയാലോ, ചിക്കൻ ഒരുപാട് സമയമൊന്നും വേവേണ്ട ആവശ്യമില്ല. തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. 2 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. അപ്പോൾ ഒരു പകുതി കുക്കായി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേറെ മസാലപ്പൊടികളൊന്നും ഇനി ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട, കാരണം ചിക്കനിലേക്കുള്ള നമ്മൾ ഇട്ടിട്ടുണ്ട്. വേറെ മസാലപ്പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഉപ്പ് നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ പച്ചക്കായയിൽ ചേർത്തിട്ടില്ല. അത് നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ രണ്ടും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പച്ചക്കായ ഒന്ന് കൈകൊണ്ട് ഇതാക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമ്മൾ പരിപ്പിട്ട് കൊടുക്കുകയാണ്. പരിപ്പ് നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ടതാണ്. ഇപ്പോൾ പരിപ്പിലും ഉപ്പുണ്ട്, ചിക്കനിലും ഉപ്പുണ്ട്. പിന്നെ ഉപ്പ് ഇല്ലാത്തൊരു സംഭവം പച്ചക്കായാണിതിൽ. അപ്പോൾ ഇതിന്നൊക്കെ ഉപ്പ് ചിലപ്പോൾ അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് നോക്കുക. കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ ഈ സമയത്ത് വേണം ഇട്ട് കൊടുക്കാൻ. എങ്കിലേ നമുക്ക് കഷ്ണങ്ങളിലൊക്കെ ഉപ്പൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഉപ്പിട്ടിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. വേവാനൊന്നുമില്ല, എല്ലാം വെന്തത് തന്നെയാണ്. എന്നാലും മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, പരിപ്പിലേക്കൊക്കെ പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം വെള്ളം ഒന്ന് വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പിൽ നമ്മൾ എരിശ്ശേരി അല്ലേന്ന് വിചാരിച്ചിട്ട് ചെറിയ ജീരകം അരക്കിയത്, പെരിഞ്ജീരകം തന്നെയാണ്. അപ്പോൾ പെരിഞ്ജീരകം കൂടി ചേർത്ത് നമ്മൾ തേങ്ങ അരച്ച് അതിലേക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാലോ, തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല, തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ചു വെച്ചു.
ഇനി നമുക്കതിലേക്ക് വറുത്തിടണം. കടുക് വറുക്കുകയാണ്. അപ്പോൾ എരിശ്ശേരിക്ക് എല്ലാവർക്കും അറിയാം, തേങ്ങ നമ്മൾ നന്നായിട്ട് വറുത്തിടും. അതാണ് ശരിക്കും അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ വേറെ തന്നെയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് 2 ഞാൻ 2ആക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതെല്ലാം നമ്മൾ സാധാരണ വറവിടുമ്പോൾ ചെയ്യണത് തന്നെയാണ്. അതിലേക്ക് നമ്മൾ ഒരു പിടി തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുക. ശരിക്കും അതിൻ്റെ ഒരു സ്മെല്ലാണ് എരിശ്ശേരിക്ക് പ്രത്യേകമായിട്ടും തന്നെ ഉണ്ടാവുക. നമ്മൾ കൂട്ടുകറി അതുപോലെ എരിശ്ശേരിയൊക്കെ ചെയ്യുമ്പോൾ ഇത് ചെറുതായിട്ട് വറുത്താൽ പോരാ, നന്നായിട്ട് തന്നെ ബ്രൗൺ കളർ, നല്ല ഗോൾഡൻ കളർ ആവണവരെ വറുക്കണം. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ കണ്ടോ, കളറൊക്കെ മാറി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഈ തേങ്ങ എല്ലായിടത്തും എത്തത്തക്ക വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. കുറച്ച് സമയം ഒന്ന് അടച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ കിഡിലൻ എരിശ്ശേരി റെഡിയായി. ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല ചിക്കൻ കൊണ്ടുള്ള എരിശ്ശേരി. പക്ഷേ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത അത്രയും ടേസ്റ്റിയാണത്. ഒരിക്കലും നമുക്കിത് ചിക്കൻ കൊണ്ടാണ് ചെയ്തതെന്ന് മനസ്സിലാവില്ല. എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.